അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. സൗമു ഷഹരി റമളാന മുഅല്ലഖും ബൈന സമാഇ വൽ അർദ്. റമളാൻ മാസത്തെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വലാ യുർഫഉ ഇല്ലാ ബിസക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് കൊണ്ടല്ലാതെ ആ റമളാൻ മാസത്തെ നോമ്പിനെ ഉയർത്തപ്പെടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് വെച്ചാൽ റമളാൻ മാസം നാം അനുഷ്ഠിച്ച നോമ്പിന്റെ പരിപൂർണമായ സ്വീകാര്യത അള്ളാഹുവിന്റെ പക്കൽ ലഭ്യമാകുന്നത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ വളരെ അനിവാര്യമാണ്, നിർബന്ധമാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹറത്തൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തൽ ലിൽ മസാകീൻ. അബൂദാവൂദിലുള്ള ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. പാപങ്ങളിൽ നിന്ന്, നോമ്പുകാരന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, അവന് സംഭവിച്ച വീഴ്ചകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മിസ്കീന്മാർക്ക് ഭക്ഷണവുമായിട്ടാണ് ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഇമാം വക്കീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹുവിന്റെ സുജൂദ് വഴി നിസ്കാരത്തിന്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടും പോലെ നോമ്പിന്റെ പോരായ്മകൾ ഫിത്ർ സക്കാത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്ന്. അപ്പോൾ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത്. ഇനി ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ആർക്കാണ് നിർബന്ധം? തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാത്രിയും പകലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കടം കഴിച്ചു ബാക്കിയുള്ളവർ, അവരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവർക്കാണ് നിർബന്ധമുള്ളത്. അപ്പോൾ തനിക്കും പിന്നെ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ, ഉമ്മ, ഉപ്പ, ഭാര്യ, മക്കള് എന്ന ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുണ്ടല്ലോ, അവരുടെ പെരുന്നാൾ ദിവസത്തെ, ആ പെരുന്നാളിന്റെ പകലിലും രാത്രിയിലും, ആ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും അന്ന് ആ പാർപ്പിടത്തിനൊക്കെ സൗകര്യമുണ്ട്. എന്നിട്ട് മിച്ചമുള്ളവർ, അതുപോലെ കടം കഴിച്ച് ബാക്കിയുള്ളവർ. അപ്പോൾ കടം ഉണ്ട് ഒരാൾക്ക്, പക്ഷെ ആ കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ അയാൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളും നിർബന്ധമായിട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, അയാൾക്ക് കടം വീട്ടാൻ യാതൊരു സ്വത്തോ സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ല, അപ്പോൾ കടക്കാരനായ ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുമില്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം അരി, അതാണ് കൊടുക്കേണ്ടത്. അത് ചോറാക്കിയിട്ട് കൊടുത്താൽ പോരാ, ബിരിയാണി ആക്കിയിട്ട് കൊടുത്താൽ പോരാ, പായസാക്കിയിട്ട് കൊടുത്താൽ പോരാ, അത് അരിയായിട്ട് തന്നെ കൊടുക്കണം. ഇനി അതിന്റെ വില കൊടുത്താൽ പറ്റോ? ഷാഫി മദ്ഹബ് പ്രകാരം വില കൊടുത്താലും മതിയാവൂല, അരിയായിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുമ്പോൾ എത്രയാണ് അതിന്റെ അളവ്? ഒരു സാ, അഥവാ 4 മുദ് എന്ന് വെച്ചാൽ 3.200 ലിറ്റർ. അതിന്റെ തൂക്കം നോക്കുകയാണെങ്കിൽ 2,600 മുതൽ 3 കിലോ വരെ വരും. അപ്പോൾ ഒരു 3 കിലോനാണ് ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുന്നതെങ്കിൽ ആശങ്കകളില്ലാതെ, വസ്വാസ് ഇല്ലാതെ നമുക്ക് നല്ല റാഹത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു 3 കിലോന് കൊടുക്കുക. ഇനി 2,800 കൊടുത്താലും ഒക്കെ മതിയാവും. പക്ഷെ 3 കിലോ എന്ന് പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്. കാരണം തൂക്കത്തിൽ വ്യത്യാസം വരും. ഒരു സ്വാഗ് അരി എന്നുള്ളത്, അത് തൂക്കം നോക്കുമ്പോൾ അരിയുടെ വ്യത്യസ്തതക്കനുസരിച്ച് തൂക്കത്തിലും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ആശങ്കയൊന്നും ഇല്ലാതിരിക്കാനാണ് 3 കിലോ കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുമ്പോഴുള്ള നിയ്യത്ത്, ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ്, അല്ലെങ്കിൽ ഇത് എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ആ നിയ്യത്ത് എപ്പോൾ വെക്കാം? അളന്ന് നീക്കി വെക്കപ്പെടുന്ന സമയത്ത്, ഓഹരി ചെയ്യുന്ന സമയത്തൊക്കെ നിയ്യത്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് നൽകുന്ന സമയത്ത് നിയ്യത്ത് വെക്കാവുന്നതാണ്. ഇനി വേറൊരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്തും നിയ്യത്ത് വെക്കാവുന്നതാണ്. എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതെന്നറിയോ? റമദാനിന്റെ അവസാനത്തെ സൂര്യാസ്തമയം, ആ സമയത്ത് താൻ എവിടെയാണോ ഉള്ളതെങ്കിൽ, മാസപ്പിറവി കാണുന്ന സമയത്ത് എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്.
ഇപ്പോൾ ഞാൻ കോഴിക്കോടാണുള്ളതെങ്കിൽ കോഴിക്കോടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഗൾഫിലാണുള്ളതെങ്കിൽ ഗൾഫിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ഗൾഫിലുള്ള ഒരാൾ, അയാൾ ഗൾഫിലാണുള്ളത്, അതുകൊണ്ട് ഗൾഫിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു. അയാളുടെ മക്കളും ഭാര്യയും നാട്ടിലാണുള്ളത്, അതുകൊണ്ട് മക്കളുടേതും ഭാര്യയുടേതും നാട്ടിൽ കൊടുക്കുന്നു. ഇനി മറുനാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ഷാഫി മദ്ഹബ് പ്രകാരം, പ്രബലമായ അഭിപ്രായ പ്രകാരം മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പറ്റൂല. ഇനി പ്രബലമല്ലാത്ത അഭിപ്രായ പ്രകാരം നീക്കം ചെയ്യാമെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ആ പ്രബലമല്ലാത്ത അഭിപ്രായ പ്രകാരം മറുനാട്ടിലേക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ഗൾഫിലുള്ള ഒരാൾ നാട്ടിലേക്കാണ് അത് നീക്കം ചെയ്യുന്നതെങ്കിൽ, ആ ഒരു അഭിപ്രായ പ്രകാരം നാട്ടിലേക്ക് നീക്കം ചെയ്യുകയാണെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കണം, നാട്ടിലുള്ള ഒരാളെ ഏൽപ്പിക്കണം. ഇനി അത് ഭാര്യയെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഈ ഫിത്ർ സക്കാത്ത് അത് വിതരണം ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ട്. ഒന്ന്, നേരിട്ട് അവകാശിക്ക് എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തത്, വക്കീലിനെ ഏൽപ്പിച്ചു കൊടുക്കുക, വേറൊരാളെ, ഒരു വ്യക്തിയെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. മൂന്നാമത്തത്, ഭരണാധികാരിയെ ഏൽപ്പിക്കുക. ഇസ്ലാമിക ഭരണാധികാരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല. അപ്പം നേരിട്ട് അവകാശിക്ക് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വേറൊരാളെ, വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. എന്ന് വെക്കുമ്പോൾ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കാവുന്നതല്ല, മറിച്ച് വ്യക്തിയെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഇനി ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? സക്കാത്തിന്റെ അവകാശികളുണ്ടല്ലോ, 8 അവകാശികൾ, അവർക്ക് തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്. അടിമ, അതുപോലെ തന്നെ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥര്, യുദ്ധം ചെയ്യുന്നവർ, ഈ 3 വിഭാഗവും ഇപ്പോൾ ഇല്ല. പിന്നീടുള്ളത് 5 വിഭാഗങ്ങളാണ്. ഫക്കീർ, മിസ്കീന്, പൊതുവിശ്വാസി, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവൻ, യാത്രക്കാരൻ. ഈ 5 വിഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം ഈ കാര്യം. കാരണം അർഹതപ്പെട്ടതല്ലാത്ത ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വിടൂല. അപ്പൊ ഫക്കീറായിരിക്കണം, മിസ്കീനായിരിക്കണം, പൊതുവിശ്വാസിയായിരിക്കണം, കടക്കാരനായിരിക്കണം, യാത്രക്കാരനായിരിക്കണം. ഈ 5 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കണം. ലഭ്യമായ ഒരു വിഭാഗത്തിൽ നിന്ന് 3 പേർക്ക് കൊടുക്കലാണ് വേണ്ടത്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്താലും ഫിത്ർ സക്കാത്ത് വീടുന്നതാണ് എന്ന അഭിപ്രായമുണ്ട്. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സമയം എന്ന് പറഞ്ഞാൽ റമദാൻ അസ്തമിക്കുന്നതോടുകൂടി, അഥവാ ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നതോടുകൂടി ഇതിന്റെ നിർബന്ധമായ സമയം തുടങ്ങി. അതിൽ തന്നെ ഏറ്റവും ശക്തിയായ സുന്നത്തുള്ളൊരു നേരമെന്ന് പറഞ്ഞാൽ ആ ശവ്വാൽ മാസപ്പിറവി മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന്റെ മുമ്പ് കൊടുത്തുവിട്ടലാണ് ഏറ്റവും സുന്നത്തായ സമയം. കറാഹത്തായ സമയമുണ്ട്. പെരുന്നാൾ നിസ്കാര ശേഷം കാരണങ്ങളൊന്നുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തിലേക്ക് പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഇനി ഹറാമായ സമയമുണ്ട്. കാരണങ്ങളൊന്നുമില്ലാതെ പെരുന്നാളിന്റെ പകല് കൊടുക്കാതെ ആ പെരുന്നാളിന്റെ പകൽ അസ്തമിച്ചതിന് ശേഷത്തിലേക്ക് പിന്തിപ്പിക്കുക, അത് ഹറാമാണ്. ഇനി അടുത്ത ബന്ധുക്കാര്, അങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതല്ലാതെ ആവശ്യമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തേക്ക് പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. എന്നാൽ റമദാൻ 1 മുതലേ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയവുമാണ്. അങ്ങനെ വരുമ്പോൾ ആ സ്വീകരിക്കുന്ന അയാൾ ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്ന സമയത്ത് അതിൻ്റെ യോഗ്യനായിരിക്കണം, അർഹനായിരിക്കണം. ഏതായിരുന്നാലും പിഴവുകളില്ലാതെ, തെറ്റുകളില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ഫിത്ർ സക്കാത്ത് നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.